ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പുട്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ അധികം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ ചെറുപയർ കറി. അപ്പോൾ ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ചെറുപയർ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ചെറുപയർ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയറാണ്. ചെറുപയർ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പുട്ടിനെല്ലാം കൂട്ടാൻ പറ്റിയ നല്ല ബെസ്റ്റ് കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചെറുപയർ വേണം. ഞാനിവിടെ ഒരു ചെറിയൊരു ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, കടുക് വേണം, ജീരകം, തേങ്ങ, വെളിച്ചെണ്ണ, വെള്ളം. ഞാനത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ചെറുപയർ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഒരു ചെറുപയർ കറി ഉണ്ടാക്കാൻ നോക്കാം. നമ്മള് കുക്കർ എടുക്കുക, അതിലേക്ക് നമ്മള് കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി ചെറുപയർ ഇട്ട് കൊടുക്കുക. കുക്കറിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ കൂടി നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ചെറുപയർ വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ കൊണ്ട് ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ 2 വിസിൽ വരുന്നവരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 വിസിൽ വരുന്നവരെ ചെറുപയർ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കറിയാക്കാം. ഈസിയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തേങ്ങ എടുക്കുക, കുറച്ച് ജീരകവും കൂട്ടിയിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം കറിയിലേക്ക് ഒഴിച്ചെടുക്കുക, നന്നായി തിളപ്പിച്ചെടുക്കുക, വറുത്തിട്ട് കൊടുക്കുക. നമ്മൾ ഇപ്പം ചെറുപയർ വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഉപ്പ് ചെറുപയർ വെന്തതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ചെറുപയർ വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടൈം നമുക്ക് തേങ്ങയും ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ കുക്കറിൽ ഇട്ട് ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2-3 വിസിൽ ഞാൻ വരുത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചെറുപയർ വേവിക്കുമ്പോൾ ഉപ്പിടാത്തത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ കറിക്കെല്ലാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ചെറുപയർ കറിയെല്ലാം ഉണ്ടാക്കിയാൽ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റ് ആണ്, ഈസി അല്ലേ. അപ്പോൾ ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കറിയാണ്. ഈ സമയത്ത് ഉപ്പ് വരുമല്ലോ ഒന്ന് ചെക്ക് ചെയ്യുക. എരിവില്ലെങ്കിൽ ഒന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഉപ്പ് വരുമല്ലോ ചെക്ക് ചെയ്തൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് വറുത്തിട്ട് കൊടുക്കും. ഇങ്ങനെ എല്ലാരും ചെറുപയർ കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ? ബാച്ചിലേഴ്സ് എല്ലാം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ അധികം ഇവിടെ പുട്ടിനാണ് ഈ കറി ഉണ്ടാക്കല് കേട്ടാ. പുട്ടിനും ദോശക്കും എല്ലാം ഈ കറി എടുക്കലുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞാൻ ചെറുപയർ കറി അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കറിക്ക് വറുത്തിടാം. അതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളെല്ലാം ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിറങ്ങിയാൽ നല്ലത് കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ചൂടായിട്ടാണ് നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കർ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അടിപൊളി കറിയല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുകയും വേണം. അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.